ഹലോ നമസ്കാരം ഫ്രണ്ട്സ്, നിങ്ങളൊക്കെ നമ്മൾ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വീണ്ടും നയാഗ്ര വാട്ടർഫാൾസ് കാണാനായിട്ട് വന്നേക്കുവാണ്. ഞങ്ങൾ മാത്രം എന്താ ഒരു സ്പ്രിംഗ് നയാഗ്ര വാട്ടർഫാൾസ്, അതായത് വിന്ററിലാണ് നമ്മൾ ഇതിന് മുന്നേ വന്നത്. ഇപ്പോൾ സ്പ്രിംഗിൽ നമ്മൾ വീണ്ടും വന്നേക്കുന്നു. ഓക്കെ. പിന്നെ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളെ കാണാനായിട്ട് ഞങ്ങളെ നോവ സ്കോഷ്യയിൽ നിന്ന് 2 പേര് വന്നിട്ടുണ്ട്. അവരെയും കൂടി ഞാൻ കാണിച്ചു തരാം. ഒരു സെക്കൻഡ് തരും. അവർ കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നു പോയി, അതാ പറ്റിയ. ഗായ്സ് ഒന്ന് വെയിറ്റ് ചെയ്യൂ. അപ്പോൾ ഗായ്സ് അച്ചുവും പിന്നെ ഡാനിയാണ് ഞങ്ങളെ കാണാൻ നോവ സ്കോഷ്യയിൽ നിന്ന് എത്തിയേക്കുന്നത്. അച്ചുവിന് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോയെന്നറിയാം, അച്ചുവാണ് പണ്ട് UK പോയത്. കറങ്ങി തിരിഞ്ഞത് വീണ്ടും കാനഡയിൽ എത്തിയിട്ടുണ്ട്. വീണ്ടും അല്ല, ആദ്യമായിട്ടല്ലേ? ഒന്നും മിണ്ടുന്നില്ലേടി? കാനഡയാണോ നിനക്ക് UK ആണോ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? UK ആണോ? ഔട്ട് ഹൗസ്. ജോഡു, അച്ചുമ്മയ്ക്ക് UK ഇഷ്ടമായെന്ന്. അതിന് എനിക്ക് ജ്യൂസ് തന്നാൽ മതി ഇന്ന്. ഓക്കെ, വാ നടക്കാം. അപ്പോൾ അച്ചുവിൻ്റെ ഹസ്ബൻഡാണ് ഗൈസ് ഡാനി. അപ്പോൾ ഡാനി നോവ സ്കോഷ്യയിലായിരുന്നു. അപ്പോൾ ഇവർ ഇന്നലെ ഞങ്ങളെ സർപ്രൈസായിട്ട് ഞങ്ങളെ കാണാനായിട്ട് എത്തിയതാണ്. അപ്പോൾ ഞങ്ങൾ അത് കാരണം അവരെയും കൊണ്ട് ഇപ്പോൾ നയാഗ്ര വാട്ടർഫോൾസ് കാണാനായിട്ട് പോവുകയാണ്. എന്താ അതിൻ്റെ പ്രശ്നം? ഇവിടെ കല്യാണം കഴിച്ചതിൻ്റെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക ചേച്ചിയല്ല ചിക്കു. ജോഡ് മാഡം, ലക്ഷറി ലൈഫ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ലാസ്റ്റ് ടൈം വന്നത് വിൻ്റർ ടൈമിലായിരുന്നു. അപ്പോൾ നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ കാര്യമായിട്ട് എൻജോയ് ചെയ്യാൻ വന്നു കണ്ടു പോയി എന്നുള്ള രീതിയായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ വീണ്ടും ഇവർ വന്ന കാരണം ഇവരെയും കൊണ്ടുവന്ന് കാണിക്കാം, നമുക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. വിൻ്റർ ടൈമിൽ സമ്മർ ടൈമിൽ എങ്ങനെയുണ്ടെന്നും കാണാം എന്ന് വിചാരിച്ച് വന്നേക്കുന്നതാണ്. അപ്പോൾ നിങ്ങളും കൂടെ പോരെ. വീണ്ടും നയാഗ്ര ഫോൾസിൽ എത്തിയിരിക്കുകയാണ്. ജോഡുവിന് മാത്രം എക്സൈറ്റ്മെന്റ് ഉള്ള വെള്ളച്ചാട്ടമാണ്. പക്ഷികളിൻ കുക്കു, പൂച്ചികളിൻ റിംഗ് റിംഗ് റിംഗ്, സംഗീതം ചൊല്ലിത്തരുമേ തങ്കപ്പെണ്ണേ. കാലോട് സലങ്കை പൂട്ടി കരയെല്ലാം വീണை மீட்டி, നദി പാടും പാടൽ കേളായി പട്ടു പെണ്ണേ. ഭൂമി ഒരു വീണை, ഇത് കാറ്റിൻ കൈകൾ மீட்டுதே. കേൾക്കും മൊഴിയെല്ലാം അടസരി ഗമ പദനി സരി. ചിക്കു, ഇന്നാള് വന്നപ്പോഴാണ് ഇന്ന് വന്നപ്പോഴാണ് രസം കൂടുതൽ? ഇന്നാണോ രസം? തണുപ്പായിരുന്നു, അപ്പോൾ നമുക്ക് ഒരു പരിധി കൂടുതൽ ആസ്വദിക്കാൻ പറ്റില്ല. ഇന്ന് നല്ല വെയിലുണ്ടായി, 25 ഡിഗ്രിക്കാണ്, കുഴപ്പമില്ല. പിന്നെ എനിക്ക് അന്നത്തെക്കാളും കൂടുതൽ വെള്ളച്ചാട്ടം ഇന്നാ കൂടുതൽ. അതിന്റെ ഒരു ഗാംഭീര്യം യു മീൻ? ഒരു കുരുത്തി ചാടി പോണു. ഇതാ കാണുന്നേ അമേരിക്ക. പോണ്ടേ? നടന്നങ്ങ് പോയാലോ? What, you like it? ഇഷ്ടായോ? ഇപ്പം താഴെ പോയാൽ പിന്നെ കിട്ടൂല കേട്ടോ. അവിടെ വെള്ളച്ചാട്ടത്തിൽ ചാടിപ്പോയാൽ പിന്നെ കിട്ടൂല. അപ്പോൾ ഗൈസ് ഞങ്ങൾ ബിഹൈൻഡ് ദ ഫോൾസ് എന്നുള്ളതിൽ കയറാൻ പോവാണ്. അപ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മൾ നയാഗ്ര വാട്ടർഫോൾസിൻ്റെ ബാക്കിലേക്ക് പോകുന്നതാണ്. 125 അടി താഴ്ചയിലേക്ക് നമ്മൾ ലിഫ്റ്റ് വഴി ഇറങ്ങി. ഇതൊരു 130 വർഷം മുന്നേ ഉണ്ടാക്കിയ ഒരു ടണലിലൂടെ യാത്ര ചെയ്ത് വേണം നമ്മൾ ആ വാട്ടർഫോൾസിൻ്റെ ബാക്കിലെത്താൻ. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു ഒബ്സർവേഷൻ ഡെക്കും ഉണ്ട്. അതൊക്കെ കാണാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മളിവിടെ കയറുമ്പോൾ ഇതുപോലെ കോട്ട ഇട്ടിട്ട് വേണം പോകാൻ. വിടാൻ പോവാട്ടോ. റെഡി മണി കണ്ടോ? ഒരു മിനിറ്റ്. കപ്പയാരെ പോലെ ഉണ്ട് പള്ളിയില്. കണ്ടോ, എല്ലാവരെയും മഞ്ഞ കുപ്പായൊക്കെ ഇടിപ്പിച്ചു. ടൈറ്റ് ചെയ്യാം ഗായ്സ്. ഇവിടെ പണ്ട് ടണൽ, ഇവിടുത്തെ ഈ നയാഗ്രയുടെ താഴെയുള്ള ടണൽ തുറന്നതിൻ്റെ ഒക്കെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പണ്ട് ആൾക്കാർ മഴക്കോട്ടിട്ട് പോയതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും. അന്ന് റീയൂസബിൾ ആയിരുന്നു, ഇന്ന് നോൺ റീയൂസബിൾ ആണ്. ദ ടേബിൾ റോക്ക് സീനിക് ടണൽ നമ്മളിപ്പോൾ കയറിയ ബിൽഡിങ്ങിൻ്റെ സൈഡിലുള്ളത്. ജോഡു
കുറേ ഓൾഡ് കാല പിക്ചേഴ്സ്. നൈസ് കാർസ്. അത് പോയി. അപ്പോൾ ടിക്കറ്റിന് ഒരാൾക്ക് $25 ആണ് വരുന്നത്. ജോളാപ്പിക്ക് ഫ്രീ ആണ്. 4 ടിക്കറ്റ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. 4 5. ജോളാപ്പിക്ക് 5 ടിക്കറ്റ് ജോളാപ്പിയുടെ ഫ്രീ ആണ്. പക്ഷേ ടിക്കറ്റായിട്ട് എടുത്തെങ്കിലാണ് നമുക്ക് ഈ മഞ്ഞക്കുപ്പായം കിട്ടുള്ളൂ. അതുകൊണ്ട് 10 മിനിറ്റ് വെയിറ്റിങ്ങിന് ശേഷം നമ്മൾ ലിഫ്റ്റിൽ കയറി. അപ്പോൾ ലിഫ്റ്റിലുള്ള ഓപ്പറേറ്റർ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു അവിടെ 2 വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. അങ്ങനെ ഞങ്ങൾ ടണലിലേക്ക് ജസ്റ്റ് എത്തി. അപ്പോൾ ഞങ്ങളിപ്പോൾ ആദ്യം വ്യൂ പോയിൻ്റ് ബിഹൈൻഡ് ദ വോൾ കണ്ടിട്ട് നമ്മൾ മറ്റേ വ്യൂയിങ് ഡെക്കിലേക്ക് പോകുന്നതാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടണലിലൂടെ നടക്കുവാണ്. അപ്പോൾ നമ്മളങ്ങനെ ടണലിലൂടെ നടന്ന് ആദ്യം ബാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടെ കാണാൻ പറ്റും ഓൾറെഡി ആദ്യം വന്നവർ തിരിച്ച് ലിഫ്റ്റിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ടണലിൽ തന്നെ 2-3 ഇടത്ത് ബ്ലൂ ലൈറ്റും ചിലയിടത്ത് നല്ല ക്ലിയർ ലൈറ്റും ഉണ്ട്. ബ്ലൂ ലൈറ്റ് കൂടുതൽ തിരക്ക് വരുന്ന സമയത്ത് കുറച്ച് കാംനെസ് ഫീൽ ചെയ്യാൻ വേണ്ടി അതാണ് അവർ സയൻറ്റിഫിക് ആയിട്ട് എന്തോ ഒരു ഇത് പറഞ്ഞായിരുന്നു അതിന്. എന്തായാലും ഇത്രയും വലിയൊരു വെള്ളത്തട്ടത്തിൽ ഒരു ഗുഹയും കുടിച്ച് എന്നിട്ട് അതൊരു ടൂറിസ്റ്റ് സെറ്റപ്പ് ആക്കി. നല്ല സെറ്റപ്പ്. ദാറ്റ് ഈസ് എഞ്ചിനീയറിംഗ്. പിന്നെ നിങ്ങൾ ഇതിൻ്റെ നല്ല മുഴക്കം പോലെ കേൾക്കുന്ന മേളിൽ നിന്ന് വെള്ളം കുത്തി ചാടേണ്ടി ആട്ടോ. ആയിരോട് ആ കാണുന്നതിൻ്റെ അവിടെ ആട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ കണ്ട് ഇങ്ങോട്ട് ഓക്സിജൻ സപ്ലൈക്കുള്ള പൈപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്യുവാണ്. എല്ലാവരും ചെല്ലുന്നവർ ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാവർക്കും ഒരു 10-30 സെക്കൻഡ് സമയം കൊടുക്കും. അപ്പോൾ നമ്മൾ ഓരോരുത്തർ വെയിറ്റ് ചെയ്യണവരെ നമ്മളവിടെ കുറച്ച് നിൽക്കും. അതായത് നമ്മളിപ്പോൾ ചെല്ലുന്ന നയാഗ്ര വാട്ടർഫോൾസിൻ്റെ വെള്ളം ചേർന്നതിൻ്റെ നേർ ബാക്കിലാണ്. നമുക്ക് കാണാൻ പറ്റുന്നത് ജസ്റ്റ് ഇങ്ങനെ വെള്ളം മാത്രമേ ഉള്ളൂ. ഇത് പുറത്തുനിന്ന് നോക്കി കാണാൻ പറ്റില്ല ഇങ്ങനെ ടണൽ ഇവിടെ ഉള്ള കാര്യം. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒത്തിരി നേരം നിൽക്കാനുള്ള സ്ഥലം, ആൾക്കാർ ക്യൂ ആയ കാരണം പെട്ടെന്ന് തന്നെ നമ്മൾ പോയി കണ്ട് ജസ്റ്റ് 2 ഫോട്ടോ എടുത്ത് ഓടി. അല്ലേ? ഫോട്ടോ ഒക്കെ നന്നായോ എന്ന് ആർക്കറിയാം. കൂടുതൽ ഇഷ്ടമായോ? ഇനി നമ്മൾ ഇതിൻ്റെ ഒബ്സർവേഷൻ ഡെക്കിയിട്ടാണ് പോകാൻ പോകുന്നത്. ഫുൾ നല്ല കംഫർട്ട് ഗൈസ്. പിന്നെ പോകുന്ന വഴിക്ക് ഇവിടെ വേറെ ടണലുകളൊക്കെ ഉണ്ട് കേട്ടോ. പഴയ ടണലിൻ്റെ സെറ്റപ്പിൽ കാണാൻ നമുക്ക് എങ്ങനെയുണ്ടെന്ന്. അപ്പം നമ്മളിനി ഒബ്സർവേഷൻ ഡെക്കിലേക്കാണ് പോകാൻ പോകുന്നത്. അതായത് നയാഗ്ര ഫാൾസിൻ്റെ അടിയിൽ നിന്നുള്ള വ്യൂ ആണ് ഗൈസ് ഈ കാണുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യം പോയതെന്ന് പറഞ്ഞത് ആ ടണലിൻ്റെ ഉള്ളിൽ കയറി അവിടെ ആ ഭാഗത്ത് എങ്ങാണ്ടാട്ടോ പോയത്. അപ്പോൾ ഗൈസ് നമ്മളിത് ഇവിടെ വന്നിട്ട് സെൽഫി എടുക്കുന്നവരെടുത്താണ്. ഇതിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വേണം ഫോട്ടോ എടുക്കാൻ. അപ്പോൾ ഈ പുറകിൽ കാണുന്ന ബോട്ട് കാനഡയുടെ ബോട്ടാണ് കേട്ടോ ഗൈസ്. നിങ്ങളെ കാണിച്ചതാണ്. രണ്ട് ബോട്ട് സർവീസാണ് ആക്ച്വലി ഉള്ളത്. ഒന്ന് കാനഡയുടെ സൈഡിൽ നിന്നും ഒന്ന് USA സൈഡിൽ നിന്നും. ഈ റെഡ് കളറ് കോട്ടിട്ട് നിൽക്കുന്ന ആൾക്കാർ പോകുന്നതാണ് കാനഡയുടെ സൈഡിൽ നിന്നുള്ള ബോട്ട്. US ബോട്ടിൽ നോർമലി അത് ബ്ലൂ ആണ്. പിന്നെ ഞങ്ങൾ ജോഡാപ്പി കുഞ്ഞതായതുകൊണ്ട് ഞങ്ങൾ ജോഡാപ്പിനെയും കൊണ്ട് ബോട്ടിൽ പോയാൽ കുറച്ചുകൂടി റിസ്ക് അല്ലേ എന്ന് ഓർത്തിട്ട് പിന്നെ ഞങ്ങൾ ബോട്ടിൽ പോകുന്നത് ഇപ്പോൾ വേണ്ടാന്ന് വെച്ചു. പിന്നെ വേറൊരു സമയം പോകുമ്പോൾ ജോഡാപ്പിച്ചിട്ട് വലുതായിട്ട് പോകുന്ന സമയത്ത് പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് USA ബോട്ട്. അവരെല്ലാവരും ബ്ലൂ കളർ
കോട്ട്സ് ആണ് ഇരിക്കുന്നത്. പക്ഷേ ആക്ച്വലി കാനഡയുടെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് നമുക്ക് ബൈ ലാൻഡ് നമ്മൾ കരയിൽ നിന്ന് കാണുമ്പോൾ ഭംഗി കൂടുതൽ. ബോട്ടിൽ നിന്ന് പോകുമ്പോൾ രണ്ടുപേർക്കും ഏകദേശം ഈക്വൽ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. ഇവിടുന്ന് വേറെ ഒരു ടണലും കൂടി ഉണ്ട്. നമ്മളത് അടച്ചിട്ടേക്കും അങ്ങോട്ടുള്ള വഴി. അതും പോണ വഴിക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വേഗം വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നമ്മുടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ ഫ്രം ഓൾ ഓഫ് us. ബൈ. ചിക്കു, വെള്ളം ചാടാൻ പോണേന് എന്താ കുഴപ്പം? എവിടെയോ എവിടെ പോവാ? എന്നാ വെള്ളച്ചാട്ടത്തിൽ പോവാനോ? ഏത് വെള്ളച്ചാട്ട? നല്ല വെള്ളാണോ? ഓക്കെ. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ കൂടെ രണ്ടുപേരും അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന രണ്ടുപേരുണ്ട്. അതെ, അച്ഛൻ ഒന്ന് തിരിയൂ. ഹായ് ഗായ്സ്. ഹായ്. നിങ്ങൾ അച്ഛന് ഓർമ്മയുണ്ടോയെന്നും അറിയില്ല. ഓർമ്മയുണ്ടോ? ഓർമ്മ കാണുമോ? വെള്ളത്തിൽ കുണ്ടി കുത്തി താഴെ പോവോ?